ശബരിമല സന്നിധാനത്ത് ക്ഷേത്രത്തിന്റെ മുകളിലൂടെ സൈനിക ഹെലികോപ്റ്റർ പറന്നതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ ADGP എസ് ശ്രീജിത്തിന് നിർദ്ദേശം വന്നു. ഇന്നലെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സന്നിധാനത്ത് വളരെ താഴ്ന്നു പറന്നത്. അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചതാണ് എന്നാണ് കോസ്റ്റ് ഗാർഡ് വിശദീകരിക്കുന്നത്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. അതിൻ്റെ ഈ ഫുൾ സ്ക്രീൻ എന്ന് കൊടുത്താൽ നന്നായിരിക്കും. വളരെ താഴ്ന്നായിരുന്നു ഈ ഹെലികോപ്റ്റർ പറന്നത്. പറയൂ ഷിജോ. SKN ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്നത്. ഇതിനകത്ത് മറ്റ് ദുരൂഹതയൊന്നും പ്രാഥമികമായിട്ട് കൽപ്പിക്കപ്പെടുന്നില്ല എങ്കിലും ഈ സംഭവം വളരെ വിശദമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ADGP എസ് ശ്രീജിത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി നിലയ്ക്കലും പമ്പയും ശബരിമലയും അടക്കം ഉൾപ്പെടുന്ന പ്രദേശം അങ്ങേയറ്റം അതീവ സുരക്ഷാ മേഖലയാണ്. മുൻകാലങ്ങളിലൊന്നും യാതൊരു വിധത്തിലും ഇത്തരമൊരു നിരീക്ഷണം, വ്യോമ നിരീക്ഷണം ഉണ്ടാവുകയും ചെയ്തില്ല. സൈനിക ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററോ ഒന്നും തന്നെ ഈ ശബരിമലയ്ക്ക് മുകളിലൂടെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം. അത് മാത്രവുമല്ല, ഈ കൊടിമരത്തിന് തൊട്ട് മുകളിലൂടെ, അതായത് സോപാനത്തിനൊക്കെ വളരെ അടുത്തുകൂടെയാണ് ഈ ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നത്. ഈ മറ്റ് ഇടത്തിൽ നിന്ന് അധികം വേഗത്തിൽ വന്നിട്ട് ഈ ശബരിമലയ്ക്ക് മുകളിലേക്ക് വന്നപ്പോൾ അല്പം വേഗത കുറച്ച് അവിടെ ഏതാണ്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്ന പോലെ വന്നതിന് ശേഷമാണ് ഹെലികോപ്റ്റർ അവിടെ നിന്ന് പിന്നീട് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ആരോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. ആ കാര്യമടക്കം വളരെ വിശദമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ കമ്മീഷണർ നിലവിൽ ADGP എസ് ശ്രീജിത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രാഥമികമായിട്ട് നമുക്ക് കോസ്റ്റ് ഗാർഡിൽ നിന്നൊരു വിശദീകരണം ലഭിച്ചിരിക്കുന്നത്, ഇതാ റഡാർ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഹെലികോപ്റ്റർ അല്ല, GPS മുഖാന്തരം പ്രവർത്തിക്കുന്ന ഹെലികോപ്റ്ററാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാ പൂർണ്ണമായിട്ട് ഗ്ലാസ് കൊണ്ട് മറച്ച ഒരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ ദിശ കണ്ടുകൊണ്ടാണ്, മുമ്പിലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലത്തെ സഞ്ചാരത്തിനിടയിൽ അന്തരീക്ഷ മേഘാവൃതമായി അപ്പോഴാണ് ഇത് ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ സഞ്ചരിച്ചത്. അതല്ലാതെ മറ്റെന്തെങ്കിലും ഓപ്പറേഷന്റെ ഭാഗമായിട്ട് സഞ്ചരിച്ചതല്ല എന്നുള്ളതാണ് ഈ പറയുന്ന കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. എന്തായാലും ഈ സംഭവത്തിനകത്ത് ഈ ADGP എസ് ശ്രീജിത്ത് വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തും. ആ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചെന്നുള്ള കാര്യത്തിനകത്ത് കൂടുതൽ വ്യക്തത കൈവരിക. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.